നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായാലും എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്നതല്ലേ, യാത്ര പറയാൻ വേണ്ടി. നീ തന്നെ ആദ്യം യാത്ര പറഞ്ഞു. ഒന്ന് പോവാമേ മോളെ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനിയിപ്പോ നിശ്ചയത്തിന്റെ കാര്യങ്ങൾ നോക്കാം നമുക്ക്. അതെ, അതങ്ങനെ വൈകിക്കാനൊന്നും പറ്റില്ല. പെട്ടെന്ന് തന്നെ ആവണേന്നാ നിത്യയുടെ അച്ഛനോട് എനിക്ക് പറയാനുള്ളത്. സന്തോഷം. എന്നാ ചേച്ചി ഞങ്ങൾ പോയിട്ട് വരട്ടെ. നിന്നെ കണ്ട അന്ന് മുതൽ അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ നല്ല കാര്യങ്ങളാ. ഇപ്പൊ ഈ സർപ്പക്കളത്തിനും സാക്ഷിയായി. എന്നാ ശരി മോളെ. വാടാ അമ്മേ. അത് പുറത്തിരുട്ട് എപ്പോഴും സുരക്ഷിതമല്ല. എന്താ? ഏയ്, ഇറങ്ങട്ടെ എന്ന് പറഞ്ഞതാ. എന്നെ സാർ? തെളിവടക്കം പിടിച്ച് അച്ഛൻ്റെ അമ്മയുടെ മുമ്പിലിടണം. എന്നാലേ അവർ വിശ്വസിക്കൂ. നീ നോക്കിക്കോ, ഇന്ന് വാഴ്ത്തിയവളെ അമ്മ തള്ളിപ്പറയുന്നൊരു ദിവസം ഉണ്ടാവും. വൈകാതെ തന്നെ. കടവുളെ, നീ എന്നെ പാക പോകണമെന്ന് ആർക്ക് തെളിയും? ധർമ്മമാഷിന്റെ വീട്ടിലോ ആരും ചെന്നിട്ടില്ല. പിന്നത് ആരായിരിക്കും? വീണേ, എടി വീണേ, വീണേ. മോളെ, നീ എപ്പോഴാ കിടന്നേ? മുത്തശ്ശിക്ക് മരുന്ന് കൊടുത്ത് ഉടനെ ഞാൻ കിടന്നു. എന്താച്ചാ? ഇതുവഴി ആരെങ്കിലും പോകുന്ന ശബ്ദം മറ്റോ നീ കേട്ടായിരുന്നോ? ഇല്ല ഹരിയേട്ടാ, ഞാൻ കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി. എന്താ കാര്യം? അല്ല, ഞങ്ങള് വരുന്ന വഴിക്ക് നമ്മുടെ തൊട്ടപ്പുറത്തെ പറമ്പിന്ന് ഒരു കാർ എടുത്തുള്ള ഒരാളങ്ങ് പോയി. അല്ല, പയ്യന്മാരവനെ തടഞ്ഞു നിർത്തി ആരാ എന്താന്നൊക്കെ ചോദിച്ചു. ആളിത്തിരി ബഹളം വെച്ചാ പോയെന്ന് പറഞ്ഞു. അയ്യോ, അതാരാ നമ്മളെ ചുറ്റുവട്ടത്ത് വന്ന് അങ്ങനെ ബഹളം വെക്കാൻ? ഞങ്ങള് വന്ന് വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴേക്കും ആളങ്ങ് പോയി കഴിഞ്ഞു. ഈ ചുറ്റുപാടുള്ള 1-2 വീടുകളിലൊക്കെ ഞങ്ങൾ തിരക്കി. അവിടെ ഒന്നും ആരും വന്നിട്ടുമില്ല. വല്ല കള്ളന്മാരും ആയിരിക്കും അച്ഛാ. ആർക്കറിയാം? ഇനിയിപ്പോ നാളെ രാവിലെ അതിന്റെ ബാക്കി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാം. ആ, നീ പോയി കിടക്കാൻ നോക്കുമോളെ. ചെല്ലേ. അമ്മാവനും കിടക്കുമല്ലേ? ആ, നീയും പോയി കിടന്നോ. ആ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.